Hello my dear friends, welcome to our kitchen. Our kitchen we will pineapple payasam undakunathu. Pineapple payasam undakan avashyammulla ingredients: pineapple, നെയ്യ്, തേങ്ങാപ്പാൽ, ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അതിന് ആദ്യം പൈനാപ്പിൾ ഒന്ന് കഷ്ണം മുറിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി അരച്ചെടുത്ത ഗ്രേവിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. ആദ്യം ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ പൈനാപ്പിൾ അരച്ചത് നന്നായിട്ട് വരട്ടിയെടുക്കാം. നമ്മൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഗീ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഈ ഗീ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ട് നമുക്കതിലേക്ക് ഈ പൈനാപ്പിൾ അരച്ചത് കുറച്ച് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരച്ചത്. നന്നായിട്ട് പൊടിയായി അരിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വരട്ടിയെടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ അരച്ച് വെച്ച പൈനാപ്പിൾ ഒഴിച്ചു. ഇനി നമുക്കിതിൽ ഒന്ന് കുറച്ച് നേരം വേണ്ടി വരും ഇതൊന്ന് വരട്ടിയെടുക്കാൻ. ഇതിൽ ഉള്ള വെള്ളം, പൈനാപ്പിളിലുള്ള വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞിട്ടേ ഇത് വരണ്ട് വരികയുള്ളൂ. നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഉരുളിയിൽ നല്ല നെയ്യിലൊക്കെ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല മണവും വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ രണ്ടാം പാൽ, ഞാൻ 2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാലും ഉണ്ട്, ഒന്നാം പാലും ഉണ്ട്. നമ്മൾ ആദ്യം ഈ രണ്ടാം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമ്മൾ 2 പൈനാപ്പിളാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരുന്നത്. അതിലേക്ക് ഞാൻ 4 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 4 തേങ്ങയുടെ ഒന്നാം പാലും അതിൻ്റെ തന്നെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അത് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 500 ഗ്രാം ശർക്കര ഉപയോഗിച്ചിട്ട് അതിൽ ലായനിയാക്കി എടുക്കാം. അതല്ല അധികം മധുരം വേണ്ടെന്നുള്ള ആൾക്കാരാണെങ്കിൽ 250 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്താൽ മതി. നമ്മുടെ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ശർക്കര ലായനിയാക്കിയത് ഇതായിട്ടൊന്ന് കൂടി ചേരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം നന്നായിട്ട് കുറുക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങി വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് വറുത്ത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങിച്ച് വയ്ക്കാം. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അതൊന്ന് ഉറയ്ക്കും. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ചിട്ട് വറവിടാം. ടോട്ടൽ നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ നമുക്ക് ആയ സമയം എന്ന് പറയുന്നത് ഒരു 1 അവർ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് വരട്ടിയെടുത്തു, നെയ്യ് ഇട്ട് ചേർത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചു. അതിനുശേഷം ശർക്കര ഒഴിച്ചതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് ഇത് കുറുക്കിയെടുത്തു. 20 മിനിറ്റ് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. നല്ല പൈനാപ്പിൾ കുറുകി വന്ന മണം വരുന്നുണ്ട്. അതുപോലെ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ പായസം. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പായസം. പിന്നെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് കുറച്ച് നെയ്യിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലിടാം. പിന്നെ അതുപോലെ ഏലക്കായയുടെ സ്വാദ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏലക്കായ കുറച്ച് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാം. ഞാനിതിൽ ഏലക്കായ ചേർത്തിട്ടില്ല. ഏലക്കായ ചേർത്തിട്ട് പായസം കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏലക്കായ ചേർക്കാം. ഏലക്കായ ഇല്ലാതെയും കഴിക്കാം. നമുക്കതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒപ്പിച്ചിട്ട് എടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇടാം. പായസത്തിൽ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു പായസമാണ് പൈനാപ്പിൾ പായസം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൈനാപ്പിളിൻ്റെ സ്വാദും പൈനാപ്പിളിൻ്റെ മണവും ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ അങ്ങനെ വന്നപ്പോൾ നല്ല പൈനാപ്പിൾ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കിയ നല്ലൊരു പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.